ഹലോ ഗേസ്, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വീഡിയോ ഇതാക്കണം. നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വന്നാട്ടോ. അപ്പം ഞാൻ ഇന്നിവിടെ നമ്മളെ വീടൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളെ ഷോക്കേസ് ഇതൊക്കെ ഈ ട്രോഫി ഇതൊക്കെ കിട്ടിയതൊക്കെ ആകെ മാറാല് പിടിച്ച് അതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്താണ് വന്നത്. അപ്പം ജസ്റ്റ് ഇപ്പോൾ നമുക്കുണ്ടല്ലോ ചില ദിവസങ്ങളിലുണ്ടല്ലോ നമുക്ക് ഇന്ന് ഇത് മതി, ആരുമില്ല, വീട്ടിൽ ആരുമില്ല, മോളാണെങ്കിൽ സ്കൂളിൽ പോവുകയും ചെയ്ത്, പിന്നെ ഞാനും ഷാജി മാത്രമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മതി ഇറങ്ങാണ്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയാണ്ട് അങ്ങനെ ഉണ്ടാക്കുമല്ലോ, അതിലിങ്ങനെ നിൽക്കണം. അപ്പാണ് ഇവർ വന്നത്. അപ്പോൾ ഇവർക്ക് വന്നപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസ് റെഡിയാക്കണം കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ലെമണും മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ടുങ്ങാണ്ട് നമ്മളെ ജ്യൂസ് അവർക്ക് ഇങ്ങനെ കൊടുക്കണം. അവർ നല്ലൊരു അടിപൊളി ആയിരിക്കണം ജ്യൂസ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഇനി ഞാൻ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലാണ്. ഇതാക്കണം ഇവിടെയൊക്കെ നിറച്ച് ഇതൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ട്രോഫി അത് ഇതൊക്കെ വലിച്ചിട്ട് ഇതൊക്കെ ഒഴിവാക്കിയാൽ അപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്യാൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മളൊരു വിരുന്നാർ വന്ന്. അപ്പോൾ ഞാനൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തുങ്ങാണ്ട് ഇങ്ങനെ അപ്പോൾ ഇതാക്കണേ കിച്ചണിലൊക്കെ ഇങ്ങനെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കൊണ്ടുവന്ന് ഗോതമ്പ് ഇതൊക്കെ അരി വാക്കി കൊണ്ടുവന്ന് വെച്ചതാണത്. ഇന്നത്തെ ഇപ്പോൾ വീഡിയോ എങ്ങനെയാണ്, ഇന്നലെ ഇപ്പോൾ ഞാൻ വീഡിയോ അതേപോലെ ഇട്ടില്ല. ഇതാക്കണേ ഡ്രൈ ഫിഷ് ആട്ടോ. അത് ഡ്രൈ ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ സിമ്മാക്കി വെച്ചേക്കണം. അതിലിങ്ങനെ ഡ്രൈ ചെയ്ത് കണ്ട് വരിക കേട്ടോ, എടുക്കുക കേട്ടോ. എന്താ പറയുക, എനിക്ക് നല്ല നമ്മൾ ഈ കറുമുറ് ചെല്ലൂലേ അതുപോലെ ആവണം കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കറി ആക്കുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന്. അപ്പോൾ നമ്മൾ രസത്തിൻ്റെ പേസ്റ്റാണ് കേട്ടോ, രസത്തിൻ്റെ പേസ്റ്റ്. അപ്പോൾ ഇത് വെച്ച് കാണ്ടുന്ന കറി ഉണ്ടാക്കുക, ഒരു രസം ഉണ്ടാക്കുക, പിന്നെ ഡ്രൈ ഫിഷും പപ്പടം കൊണ്ട് പൊരിക്കുക. അപ്പോൾ അതാക്കണേ ഡ്രൈ ഫിഷ് കറി കഴിഞ്ഞ്. അപ്പോൾ ഇത് ഞങ്ങൾ 3 പേരുള്ളൂ കേട്ടോ. ആ 3 പേർക്കുള്ള പേസ്റ്റാണിത്. ഇതിങ്ങനെ ഈസിയാണ്, അതായത് നമുക്ക് വയറും നല്ല സുഖമാണ്. നമ്മൾ ഇതിപ്പം റെഡിമെയ്ഡാണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയതല്ല, റെഡിമെയ്ഡ് സാധനമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാലും അറിയാം. ഇങ്ങനെ ഉണ്ടാക്കിയാണ്ട് പേസ്റ്റ് ആക്കി നമുക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പേസ്റ്റ് ഇതാക്കി വെക്കാം. ഇത് കടയിൽ നിന്നൊന്നും വാങ്ങാതെ ഇതിൻ്റെ കൂട്ടുണ്ട്, ആ കൂട്ടൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ എന്നിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക, ഒരു കുഴപ്പം വരില്ല. അപ്പോൾ ഇതാക്കണം അതിനുള്ള വെള്ളം ഞാൻ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. വെള്ളം തിളച്ചിട്ടോ സ്റ്റവ് ഓഫ് ചെയ്യുക, ചൂടാണ്. ഈ വെള്ളം ഇതാക്കണേ ഇതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ. ഇതിൻ്റെ ഈ രസത്തിൻ്റെ കൂട്ട് വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം ഇടേണ്ടതേപോലെ. നമുക്ക് 3 പേർക്ക് ഇനിയിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിച്ചാലും ഞങ്ങൾ ഓരോരോ തവി പാരും, അത്രേ ഉള്ളൂ. വായിൽ വെള്ളം ഇങ്ങനെ വരിക, അതിൻ്റെ സ്മെല്ലേ. ഇതാക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ അടിപൊളിയാ. നല്ല ഇത്ര പുളി വേണം നോക്കി ഷാജി, ഇത്ര പുളി വേണം. അത് പുളി വെള്ളം കുറച്ചും കൂടി ഒഴിക്കണം, കുറച്ചും കൂടി അല്ലേ. വാങ്ങിയത് പറഞ്ഞു കൊടുക്ക്. ഇതില് രസമുണ്ട്, ഇത് വാങ്ങി. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. ഇന്നലെ ഇപ്പൊ ഞാൻ എന്നും വീഡിയോയിൽ അറിയാം വീഡിയോ എന്താ ഇടാത്ത ചോദിക്കലുണ്ട്, വീഡിയോ ഇടാത്ത എന്തെന്ന് ഇട്ടിട്ടില്ല അല്ലാണ്ട് വീഡിയോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഷോർട്സ് ഇന്നലെ ഞാൻ ആ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഷോർട്സ് ഞാൻ ഇട്ടിക്കണം. നമ്മളെ വീഡിയോ ഇങ്ങനെ കാണാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്, എന്താന്ന് ഇടാത്തത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്ത് കാണിയാലോ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്തു ഞാൻ. എന്നാലും ഞാൻ ആ വീഡിയോ മുടക്കിയില്ല. അപ്പൊ നമ്മളെ വീഡിയോസ് നിങ്ങൾ കാണുക, കണ്ടുകാണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ, അത് അടിച്ചമർത്തി പോയിക്കോളി. നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് നല്ലോണം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഓരോന്ന് എങ്ങനെ കാണിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ പേസ്റ്റ് ഉണ്ടാക്കിയാണ്ട് ഇതേപോലെ ഡെപ്പിലാക്കിയാണ്ട് വെക്കലുണ്ട്, വെച്ചുകാണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പോയ സമയത്ത് നള്ളി മിസ്സിനൊക്കെ അറിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകലുണ്ട്, മിസ്സും കൊണ്ടുവരലുണ്ട് ഇങ്ങനെ. അപ്പൊ ഇതിന്റെ ഇത് പറഞ്ഞാൽ എങ്ങനെ അറിയാം, ഇത് ഞങ്ങള് ബാംഗ്ലൂർ പോയപ്പോ നമ്മള് കാണാൻ വേണ്ടിട്ട് എല്ലാരും പാടെ അനിയത്തി ഞാനും എല്ലാരും അനിയത്തി ഹസ്ബൻഡ് ഉമ്മി എല്ലാരും പാടെ പോയി. അപ്പൊ ഇത് ഞങ്ങള് ലുലു മാളിലല്ലേ, ലുലു മാളിലിട്ട് ഇത് ഇങ്ങനെ വെച്ച സമയത്ത് എല്ലാവരും നമുക്ക് ആദ്യം എന്താ ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ തരും. അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ എന്റെ അനിയത്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗൾഫിക്കല്ല ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിട്ട് വാങ്ങി. അപ്പൊ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഒരു ബാഗിൽ ഇങ്ങനെ ഇട്ടുവെച്ചിരുന്നു. അപ്പൊ ഇതെന്താ പറയുക, മോളെ ബാഗിൽ പെട്ടു. മോക്കാണെങ്കിൽ ഈ രസം പറയുന്ന ഇഷ്ടം തന്നെ അല്ല. ഈ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോ രസം അങ്ങനെയൊക്കെയല്ല. അപ്പൊ അവർക്ക് പൊതുവേ ഇഷ്ടമല്ല, കുട്ടികൾക്ക് അതിന് ഇഷ്ടമല്ല. അപ്പൊ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പൊ എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു കറി ഏതൊക്കെ ഒരു ഉണക്കൽ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ ഫിഷ് പൊതുവേ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ രസം ഉണ്ടാക്കാം. ഞാൻ അതേമാതിരി രസത്തിൻ്റെ കൂട്ട് നമ്മൾ വീഡിയോയിൽ ഇടുന്നുണ്ട്.
എന്താണെന്നൊന്നും പറയില്ല, നമ്മളെ വീഡിയോ ഇങ്ങനെ കാണുക. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാം രസത്തിന്റെ കൂട്ടി ഞാനൊന്ന് ഇടണ്ട്. അപ്പം നമുക്കിതാ ഇത് സിമ്പിളായിട്ട് ഇതിന്റെ പേസ്റ്റ് ഇങ്ങനെ ഇടുക. പേസ്റ്റ് ഇടുക, അപ്പോൾ ചൂടുവെള്ളം നല്ല ഒഴിക്കുക. പല ഫ്ലേവർ ഉണ്ട്. ഇതാ ഒരു ഫ്ലേവർ ഞാൻ കാണിക്കാം. അത് ഇതാ ഇത് കണ്ടോ, ഇത് വേറെ പേസ്റ്റാ, വേറെ ഫ്ലേവർ ആയിരിക്കും ഉണ്ടാകുക കേട്ടോ. അപ്പൊ ഈ ഒരു ഇതിന്റെ ഫ്ലേവർ ജീര പെപ്പറാണ്, ജീര പെപ്പറാണ്. ഇത് ടൊമാറ്റോ പുളിയാണോ എന്തോ നല്ല ടേസ്റ്റ് ആട്ടോ. അതുപോലെ ഇതാക്കണത് ആ ഒരു പ്രോട്ടീൻ പൗഡർ ആട്ടോ. ഇത് ഇതാ കണ്ടോ, ഇത് കണ്ടല്ലേ പ്രോട്ടീൻ പൗഡറാണിത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ പ്രോട്ടീൻ പൗഡർ കുടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, ഈ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്ക് അതിൽ നിങ്ങൾ കാണുന്നുണ്ടോ, ഓൺ ആൻഡ് ഓൺ. അതാണ് പറഞ്ഞത്. ഇത് ഇതാക്കണേ നമ്മൾ ഓൺലൈനിലൊന്നും സെയിലില്ല കേട്ടോ. ഞാനൊരു വീഡിയോസ് ഇട്ടിരുന്നു. എന്താ പറയുക, വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മൈ സ്റ്റൈല് മൈ ലൈഫിലെ മൈ ലൈഫ് പറഞ്ഞ ഇതിനാണിത്, ഒരു കമ്പനിയാണ് മൈ ലൈഫിൻ്റെ. അപ്പോൾ അവരെ പ്രൊഡക്റ്റാണിത്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് നമുക്ക് പ്രോട്ടീൻ്റെ ആവശ്യം നല്ലോണം ഉണ്ട്. ഇപ്പോൾ പ്രോട്ടീന് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ നമ്മൾ പ്രോട്ടീനൊന്നും നമ്മളെ ബോഡിയിൽ എത്തുന്നില്ല. നമ്മൾ ചോറിൽ നമുക്ക് പ്രോട്ടീൻ ഇല്ല. ഇന്നിപ്പോൾ ഞാൻ പറയാം, ഞാൻ ഇന്നൊരു ഭക്ഷണം കഴിച്ചു. ഇന്നിപ്പോൾ എൻ്റെ ഭക്ഷണം പറയാം, ഞാൻ പറയാം ഇന്ന് രാവിലെ പുട്ട് പുട്ട്, പിന്നെ നമ്മൾ ഉച്ചക്ക് ചോറ്, പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ ഇപ്പോൾ സ്നാക്ക് ഐറ്റം കഴിക്കണമെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ചോറിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ചിക്കനാണ് കഴിച്ചത്. അങ്ങനെ കഴിക്കുമ്പോൾ ചിക്കൻ്റെ നമുക്ക് ഇത് വരും. അതിൽ അതേപോലെ തന്നെ നമ്മളെ എല്ലാ ഭക്ഷണത്തിൽ നമ്മൾ വെറും വേസ്റ്റ് ആക്കിങ്ങാണ്ടാണ് നമ്മളെ ബോഡിക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോട്ടീൻ നമ്മളെ ബോഡിയിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് പ്രോട്ടീൻ ആവശ്യം. അപ്പോൾ നമുക്ക് ഇതാക്കണം ഇങ്ങനെ ഇതായിട്ട് കാണി കുടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മുഖത്തൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഡാർക്ക്നെസ് വരും. നമ്മളിപ്പോൾ ഈ കണ്ണിൻ്റെ സൈഡിലേക്ക്, അതേമാതിരി മുഖത്തിൻ്റെ ഈ കവിളിൻ്റെ അവിടേക്കൊക്കെ ഉണ്ടല്ലോ ഡാർക്കായിട്ട് ഇങ്ങനെ വരും. ഓരോ ഇതിങ്ങനെ കാണിക്കും നമുക്ക്. അപ്പോൾ അതിനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതാക്കണേ ഞങ്ങൾ കഴിച്ചിട്ട് കുടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാനപ്പം പറയാം, ഞാനൊരു വീഡിയോ ഇട്ടീന്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റാണിത്, നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമുക്ക് കാണിക്കുകയാണ് ഞാനിപ്പോൾ ഓരോരോ എന്താണ് സംഭവം, എന്തൊക്കെയാണ്. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് തന്നെ അല്ല ഈ പ്രൊഡക്റ്റിൻ്റെത്. ഇതിപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടോ, നമ്മൾ പ്രോട്ടീൻ പൗഡറൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രോട്ടീൻ പൗഡറൊക്കെ കുടിക്കുമ്പം നമ്മളെ ബോഡിക്ക് അനുസരിച്ച് ഓരോ സംഭവങ്ങൾ നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ ഇവരത് പറഞ്ഞത് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് വെള്ളത്തിലോ നല്ല ചൂടാക്കി തിളപ്പിച്ചാറിയ വെള്ളത്തിലോ പാലിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് കുടിക്കാമെന്നാണ് പറഞ്ഞിരിക്കണത്. ഇതാ കേട്ടോ, ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ടോ, നോട്ട് ഫോർ ഓൺലൈൻ സെയിൽ. ഇത് കുടിച്ചിട്ട് എല്ലാവർക്കും കുറേ നല്ല റിസൾട്ട് കിട്ടിയിരിക്കണേ. നല്ലൊരു ഇതാണ്, നല്ല റിസൾട്ട് ഉണ്ട്. ഇതിനിപ്പോൾ എത്ര എമൗണ്ട് വരുന്ന എത്രയോ ഇതാക്കുന്ന എമൗണ്ട് 2800. ഈ ഒരു ബോട്ടിലിന് വരുന്നത് 2800 ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും പ്രോട്ടീൻ പൗഡർ ഇത് ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളോടൊന്ന് പറയാം കേട്ടോ. എങ്ങനെയുണ്ട്, നല്ലതാണോ അല്ലേ എന്നൊക്കെ അറിയണമല്ലോ നമുക്ക്. ഇങ്ങനെ നമ്മളിപ്പോൾ ഓൺലൈനിലായിട്ടും അല്ലാതെ ഇങ്ങനെ ഈ ഓരോരോ കമ്പനിയിലായിട്ടും ഇങ്ങനെയൊക്കെ വരുന്നതാണ്. പ്രോട്ടീൻ പൗഡറാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ യൂസ് ചെയ്യുകയാണ്. നമുക്ക് ഈ പ്രോട്ടീൻ്റെ കുറവ്, നമ്മളെ ഭക്ഷണത്തിലൊന്നും പ്രോട്ടീൻ ഇല്ല. നമ്മളെ ബോഡിക്ക് വേണ്ട ഒരു സാധനം നമ്മൾ ഇന്ന് രാവിലെ ഇന്ന് നമ്മളൊരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ എല്ലാവരും ഇങ്ങനെ ഇതായിട്ടാണ് കഴിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറയാം വർക്കൗട്ട് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഇതും കൂടി ഇങ്ങനത്തെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകൾ വേറെയൊക്കെ ഉണ്ട്. അതേമാതിരി പേസ്റ്റ്, പിന്നെ ഹാൻഡ് വാഷ്, എല്ലാ പ്രൊഡക്റ്റും ഓരോ കയ്യിലുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒക്കെ ഉണ്ട്. ഇതിലിപ്പോൾ എന്തൊക്കെയാണ് കേട്ടോ, ഫ്രൂട്ടിൽ സ്ട്രോബെറി അങ്ങനെ എല്ലാതും ഉണ്ട്. നെല്ലിക്ക, പ്ലം അങ്ങനെ എല്ലാതും വെച്ചിട്ടാണ്. ഇതൊന്നും ഞാൻ ഇതാക്കിയിട്ടില്ല കേട്ടോ. നമ്മളെന്താ പറയുക, നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഇത് ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരിക. അപ്പോൾ നമുക്കിത് പറ്റണതാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് വില എന്ന് പറയുന്നത് നല്ല 2800 വരുന്നത്. അപ്പോൾ ഇത് കൂടി ആകുമ്പോൾ എന്തായാലും ഒരു 3ന്റെ മേലെയൊക്കെ വരും, രണ്ടും പാടാകുമ്പോൾ.
ഇത് നമുക്ക് ഉണ്ടല്ലോ ഒരു റിവ്യൂ ആയിട്ട് ഇവർ കാണിച്ചു തന്നിരിക്കണം. എന്താ പറയുക, ഇതിൽ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഇത് കഴിച്ചിട്ട് എന്താ ഓരോ അസുഖങ്ങൾ മാറിയത്, പിന്നെ കഴിച്ചിട്ട് നല്ലതാണ്, നല്ല പ്രൊഡക്റ്റാണ്, കഴിച്ചിട്ട് പ്രോട്ടീൻ്റെ ഒക്കെ കുറവുകളൊക്കെ ഉള്ളതൊക്കെ നമുക്ക് നികത്താൻ കഴിയും, അറ്റാക്ക് വരെ വരുന്നത് വരെയൊക്കെ അങ്ങനത്തെ ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോന്നും ഇങ്ങനെ നമുക്ക് അങ്ങനെയാണല്ലോ ഓരോരോ കമ്പനിക്കാർ ഓരോരോ ഇത് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. അപ്പം അതിലൊക്കെ ഓരോ ഇത് വാങ്ങി കഴിച്ചോര് ഇത് കിട്ടിയിക്കണ്. പിന്നെ ഇതാക്കണ്ടോ, ഇതിമ്മീതുണ്ടോ ഓൺ ആൻഡ് ഓൺ, ഇതും അതേപോലെ തന്നെയാണ് ഓൺ ആൻഡ് ഓൺ. ഇത് ഇതാക്കണേ കവചപ്രാശം. കവചപ്രാശം ഇതെല്ലാവർക്കും ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ കഴിക്കാന്നാണ് ഇതിൽ. ഇതാ കവചപ്രാശം. ആൻഡ് ഹെൽത്തി സ്റ്റാർട്ട് ഓഫ് ദ ഡേ. കണ്ടോ ഓൺ ആൻഡ് ഓൺ.